മിണ്ടി പോകരുത്. കൂടുതൽ മിണ്ടിയാ ഞാൻ പോയി തൂങ്ങിച്ചാവും. തന്റെ പേര് എഴുതി വെച്ചിട്ട്. എന്റെ ദൈവമേ, എനിക്കിനി ജീവിക്കണ്ട. എന്റെ ജീവിതം നശിച്ചു. ഈ വഞ്ചകൻ മനഃപൂർവ്വം നശിപ്പിച്ചു. ഞാനിനി എന്ത് ചെയ്യും എന്റെ ദൈവമേ? അല്ല, ഞാൻ മനഃപൂർവ്വമായിട്ടൊന്നും. മതി ന്യായം പറയല്. പ്രസാദേട്ടാ, നിങ്ങളും അനുജന്മാരും കൂടെ ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത് കൂടെ നിന്നത് ഇതിനാണെന്ന് കരുതിയില്ല ഞാൻ. ഞങ്ങൾ ആരോരും ഇല്ലാത്ത 3 പെൺകുട്ടികളാ. ഞങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ കടന്നു വന്ന് ആളായും തൊഴിലായും പണമായും ഒക്കെ സഹായിച്ചപ്പോ ഞങ്ങൾ കരുതിയത് ഞങ്ങളുടെ രക്ഷയ്ക്ക് ദൈവമായിട്ട് അയച്ചവരാണ് നിങ്ങളെന്നാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളിൽ ഒരാള് നിങ്ങളുടെ തനി സ്വരൂപം കാണിച്ചു തന്നിരിക്കുന്നു. വഞ്ചനയുടെയും ചതിയുടെയും തനി സ്വരൂപം. ഞങ്ങളുടെ നിസ്സഹായത ചൂഷണം ചെയ്യുകയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പൊ ഇത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിൽ ഒരു സഹകരണവും ഇല്ല. ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദിയുണ്ട്. ചേട്ടനും അനിയനും ദയവായി ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് പോയി തരണം. ഈ പാവങ്ങള് മാനാഭിമാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ. ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. പ്ലീസ്, പ്ലീസ് ഗെറ്റ് ഔട്ട്. മുരളി, വാ. അങ്ങനെ കൈ വീശി പോകണ്ട. നോക്കി, ആര് കെട്ടിയതായാലും ഏത് സാഹചര്യത്തിൽ കെട്ടിയതായാലും താഴെ ഒരു സ്ത്രീയുടെ പവിത്രമായ ബന്ധനമാണ്. അതിങ്ങനെ പൊട്ടിച്ചെറിയുന്നത് ദൈവനിന്ദയായി കണക്കാക്കൂ. നമ്മളത് ചെയ്യാൻ പാടില്ല. സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ്. അതിനുള്ള പരിഹാരം താലി പറിച്ചെറിയുന്നതല്ല. സാവധാനം ആലോചിച്ചു വേണം എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ. അതുവരെ ഈ താലി കഴുത്തി തന്നെ കിടക്കണം. കിടന്നേ പറ്റൂ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ പറയുന്നത്. ബാക്കി നിനക്ക് തീരുമാനിക്കാം.